നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ താരസംഘടനയായ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. താരസംഘടന ഇലക്ഷൻ ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇന്ന് പത്രിക സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് ആയിരുന്നു. അങ്ങനെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിലവിൽ മത്സരത്തിനുള്ളത് 74 പേരാണ്. 507 മെമ്പർമാരിൽ 74 പേര് മത്സര രംഗത്തുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 7 പേര് പത്രിക നൽകി, ഒരാളുടെ പത്രിക തള്ളി. അത് പത്രിക തള്ളിയത് ടെക്നിക്കൽ വിഷയങ്ങളാണ്. ജോയ് മാത്യുയുടെ പത്രിക തള്ളുകയുണ്ടായി. പിന്നീട് മത്സര രംഗത്തുള്ളത് ഇപ്പോൾ ജഗദീഷും ശ്വേത മേനോനും ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്ര എന്ന ആളുകളാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഇതിൽ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. 9 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 9 പേരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ആശ അരവിന്ദ്, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, ലക്ഷ്മി പ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവാൽ, നാസർ ലത്തീഫ്, ഇങ്ങനെ 9 പേര് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 5 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ, ബാബുരാജ്, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ, ഇങ്ങനെ 5 പേര് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരിക്കുന്നത്. 16 പേര് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. സംഘടനയുടെ ട്രഷറർ സ്ഥാനത്തേക്ക് 9 പേര് മത്സരരംഗത്തുണ്ട്. 9 പേരാണ് മത്സരരംഗത്തുള്ളത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 15 പേർ മത്സരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 15 പേര് മത്സരിക്കുന്നു. അതിൽ 8 പേര് സ്ത്രീകളാണ്. വനിതാ സംവരണമുണ്ട്, 8 പേര് സ്ത്രീകളാണ്, ബാക്കിയുള്ളതാണ് പുരുഷന്മാർ. എന്തായാലും മത്സരം കടുത്ത മത്സരമായിരിക്കും നടക്കാൻ പോകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പിന്തുണ ആർക്കൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. വരുന്ന 31-ാം തീയതി മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം, ആരൊക്കെയാണ് മത്സരരംഗത്തുള്ളത് എന്ന് അറിയാൻ കഴിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 17 പേരാണ് കമ്മിറ്റിയിൽ വേണ്ടത്. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് 6 പേരും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവിലേക്ക് മറ്റുള്ളവരുമാണ് 11 പേരുമാണ് വേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം 31-ാം തീയതി വരെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.